നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞാൽ പ്ലാവള സ്കൂളിൻ്റെ അടുത്താണ്. പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത്. നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച്. അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവെപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു നിയമം ഉണ്ടായി, എനിക്കറിഞ്ഞൂടെ. എങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചു മൂടായിരുന്നു. അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ ആണ് വാൾ പോസ്റ്റ് ചെയ്ത് ഇവിടെ നേരത്തെ അടിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ച്. മറ്റ് വീട്ടുകാരുടെ സമീപനമൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ ഈ കോവിലുണ്ടാക്കി വെച്ചിട്ട് അവിടെ കയറ്റം ഉറക്കില്ല, പൂട്ടിയിട്ടാക്കി. അങ്ങനെയാണ് കോവിൽ ഇങ്ങനെ ആരും ഇതിനകത്ത് കയറ്റില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണ് ഗോപൻസ്വാമി. സമാധിയിലൂടെ ഇപ്പോൾ വിവാദമായ അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻസ്വാമിയുടെ ജീവിതം നമ്മെ ഭയപ്പെടുത്തുന്നത്. ഇയാൾ ജീവിതം ആരംഭിച്ചത് ഒരു നെയ്ത്ത് തൊഴിലാളിയായി. പിന്നീട് 7 പേരെ വെട്ടിയ കേസിൽ ഒളിച്ചോട്ടത്തിന് ശേഷം ചുവട്ടുതൊഴിലാളിയായി ഇയാൾ വേഷമിട്ടു. ചുവട്ടുതൊഴിലാളിയായി ജോലി നോക്കുന്ന കാലത്ത് ഒരു തീവെപ്പ് കേസിലെ പ്രതി. അവിടെ നിന്ന് ഒളിച്ചോടി ഒടുവിൽ ആത്മീയതയിൽ അഭയം കണ്ടെത്തുന്നു. മണിയൻ പിന്നീട് ഗോപൻസ്വാമി ആയത് എങ്ങനെയെന്ന് നാട്ടുകാർക്കധികം അറിയില്ല. പക്ഷേ ആത്മീയത അയാൾ കച്ചവടമാക്കുകയായിരുന്നു എന്ന് ചിലർ സംശയിക്കുന്നു. അയാളുടെ ആത്മീയ കച്ചവടത്തിന് പിന്നിലും ചില ദുരൂഹതകളുണ്ട്. ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങി ഗോപൻസ്വാമി സാധാരണ ജനങ്ങളിൽ നിന്നകന്നു. 5 വർഷം മുൻപ് ഒരു പത്മപീഠം നിർമ്മിച്ച് താൻ സമാധിയാകും എന്നൊക്കെ ഇയാളുടെ പ്രഖ്യാപനം. അതിനുശേഷമാണ് ഇപ്പോൾ ദുരൂഹമായ ഗോപൻസ്വാമിയുടെ മരണം. പ്ലാവിളയിലെ മണിയനെ നാട്ടുകാർക്കൊക്കെ നല്ല പരിചിതം. മണിയൻ എന്ന പേരിലായിരുന്നു പ്ലാവിളയിൽ അയാൾ താമസിച്ചത്. അവിടെ അയാൾ ചെയ്തിരുന്നത് നെയ്ത്തുജോലിയെന്ന് നാട്ടുകാർ. അവിടെ നിന്ന് ആറാലുംമൂട്ടിലേക്ക് കുടുംബവുമൊത്ത് അയാൾ താമസം മാറ്റി. ആറാലുംമൂട്ടിലെത്തി ഇയാൾ BMS യൂണിയനിൽ ചേർന്നു. നേരത്തെ AITC യൂണിയനിൽപ്പെട്ട ചുമട്ടുതൊഴിലാളിയായിരുന്നു. ആറാലുംമൂട് ചന്തയ്ക്ക് സമീപമാണ് ഇയാൾ താമസിച്ചത്. 20 വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ ക്ഷേത്രം ആരംഭിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്താണ് 5 വർഷം മുൻപ് സമാധിപീഠമൊക്കെ ഒരുക്കിയത്. ഭാവിയിൽ താൻ വലിയ സ്വാമിയായി അറിയപ്പെടുമെന്ന് ഇയാൾ പ്രഖ്യാപനമൊക്കെ നടത്തി. ഗോപൻസ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു. നേരെ കൈലാസത്തിലേക്ക് പോകുന്നത് കണ്ടു എന്ന് ഗോപൻസ്വാമി അടുപ്പമുള്ളവരോടൊക്കെ പറഞ്ഞു. ഭാര്യയും മക്കളെയും ഒക്കെ പലതും പറഞ്ഞു വിശ്വസിപ്പിച്ചതാണോ അതോ ഗതികെട്ട് ഗോപൻസ്വാമിയെ കൊണ്ടുപോയി മക്കൾ സമാധി ഇരുത്തിയതാണോ? ഇപ്പോഴുള്ള 2 ആൺമക്കളിൽ ഇളയവനാണ് രാജശേഖരൻ. അച്ഛനൊപ്പം പൂജകളിലൊക്കെ പങ്കാളിയായി. ബ്ലഡ് ഷുഗറും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി കിടപ്പ് രോഗിയായി മാറിയിരുന്നു ഇയാൾ. ഏതാനും മാസങ്ങളായി ഗോപൻസ്വാമിയെ അയൽക്കാരൊന്നും കണ്ടിട്ടില്ല. വീട്ടിൽ തന്നെ ഒരേ കിടപ്പാണ്. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടാണ് സമാധി ഇരുത്തിയത് എന്ന് മക്കൾ മാധ്യമങ്ങളോട് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 ഈ ഗോപൻസ്വാമി നടന്ന് സമാധി മണ്ഡപത്തിലെത്തുന്നു. പിന്നീട് പത്മപീഠത്തിൽ കയറിയിരിക്കുന്നു. അരമണിക്കൂറിനകം സമാധിയായെന്ന്. എന്തൊരു വൈചിത്രമാണ്! കേരളത്തിന് ഭ്രാന്തായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാധി പീഠത്തിൽ ഇരുന്ന ഉടനെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നാണ് മകൻ പറയുന്നത്. സമാധിപീഠത്തിലേക്ക് നടന്നു പോകുന്നതിന് മുൻപ് ബ്ലഡ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് ഇയാൾ കഴിച്ചിരുന്നുവത്രേ. ഭക്ഷണവും കഴിച്ചാണ് നേരെ സമാധിപീഠത്തിലേക്ക് നടന്നുപോയത്. അരമണിക്കൂറിനുള്ളിൽ സമാധിയായി. പെട്ടെന്ന് തന്നെ സ്ലാബൊക്കെ ഇട്ട് മൂടി ചാന്തുമിട്ട് സംഗതി അടച്ചു ഭദ്രമാക്കി. പൂജാരിയായ മകൻ രാജശേഖരൻ പറയുന്നത് അപ്പോൾ തന്നെ തൻ്റെ പിതാവ് നേരെ കൈലാസത്തിലേക്ക് പോകുന്നത് താൻ കണ്ടുവെന്നാണ്. രാവിലെ 11 മണിക്ക് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. പിറ്റേന്ന് വെളുപ്പിന് 3:30 മണി വരെ ഈ പൂജാതി കാര്യങ്ങൾ തുടർന്നു. വെളുപ്പിന് 3:30-ക്ക് 2 ആൺമക്കളും പുറത്തിറങ്ങി. ആ നാട്ടിലൊക്കെ അച്ഛൻ സമാധിയായി എന്ന പോസ്റ്റർ ഒട്ടിച്ചു. നേരത്തെ തന്നെ ഈ മൾട്ടി കളർ പോസ്റ്റർ അച്ചടിച്ചവർ വച്ചിരുന്നു. സ്വാമിയെ കാണാനില്ല എന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്വാമി നേരെ നടന്നു കയറി സമാധി മണ്ഡപത്തിലിരുന്ന കഥയൊക്കെ മക്കൾ പോലീസിനോട് വിവരിച്ചത്. ഇതോടെ സംശയം മുളപൊട്ടി. നാട്ടുകാർ ഒരുമിച്ച് ചേർന്നു. തുടർന്നാണ് സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ പോലീസ് തീരുമാനമെടുത്തത്. ഇതിനായി ജില്ലാ കളക്ടറുടെ അനുമതിയും വാങ്ങി. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ പോലീസ് അവിടെ എത്തി. അപ്പോഴേക്കും പോലീസിന്റെ കൈവിട്ട് കാര്യങ്ങൾ പോയിരുന്നു. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ പിന്തുണ ഇതിനകം തന്നെ ഗോപൻസ്വാമിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബം കട്ടയ്ക്ക് നിന്നു. ഗോപൻസ്വാമിയുടെ സമാധി മണ്ഡപത്തിന് വട്ടം പിടിച്ച കുടുംബം.
ഈ സമാധി മണ്ഡപം പൊളിച്ചാൽ തങ്ങൾ ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കുടുംബം ഭയപ്പെടുത്തി. സംഗതി കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ പോലീസ് പിൻവലിഞ്ഞു. പട്ടാപ്പകൽ ഇതുപോലൊരു തുറന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽവാസികളോ ആരും കണ്ടവരില്ല. അതുതന്നെയാണ് ദുരൂഹത ആരോപിക്കുന്നതിൻ്റെ മുഖ്യ കാരണം. ചില അയൽക്കാർ പറയുന്നത് അച്ഛനെ ബലമായി പിടിച്ച് ഈ സമാധി മണ്ഡപത്തിൽ കൊണ്ടുചെന്നിരുത്തി സ്ലാബിട്ട് മൂടിയെന്നൊക്കെയാണ്. സമാധി മണ്ഡപം എന്ന പേരിൽ കെട്ടിയ കല്ലറ ഇതിനകം തന്നെ പോലീസ് സീൽ ചെയ്തു. ഇതിനെ കല്ലറയെന്ന് വിളിക്കരുത് എന്ന് അലറിക്കൊണ്ട് മക്കൾ, ഇത് സമാധി മണ്ഡപമാണ്. ഗോപൻ സ്വാമി മരിച്ചുവെന്ന് നിങ്ങൾ പറയരുത് എന്ന് ആക്രോശിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളുമൊക്കെ. ബന്ധുക്കൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ സമാധി മണ്ഡപം പൊളിക്കുന്നത് ശരിയല്ല എന്നൊരു വിഭാഗം നിലപാടെടുത്തു. ഇരുവിഭാഗം ചേരിതിരിഞ്ഞ് പോർവിളിക്കുന്നതിന്റെയും സംഘർഷത്തിന്റെ വക്കിലെത്തുന്ന കാഴ്ചകളുമാണ് ഇന്നലെ മലയാളി വാർത്താ ടീം അവിടെ കണ്ടത്. കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെ കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളുമൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് നടപടി ഏകപക്ഷീയമാണ് എന്നവർ ആരോപിച്ചു. ബഹളമായതോടെ കല്ലറ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കോടതിയുടെ തീരുമാനമനുസരിച്ച് ഇനി പോലീസ് നീങ്ങും. കല്ലറ പൊളിക്കുന്നത് നിയമപരമായ നടപടിയെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. എന്നാൽ കല്ലറ ഒരു കാരണവശാലും പൊളിക്കാൻ അനുവദിക്കില്ല, തങ്ങൾ കോടതിയെ സമീപിക്കുമെന്നാണ് മക്കൾ പറയുന്നത്. മക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് ഈ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത്. ദുരൂഹത അകറ്റാൻ ഒന്ന് മാത്രമേ മാർഗമുള്ളൂ: മൃതദേഹം പുറത്തെടുത്ത് പരിശോധനകൾ നടത്തുക. എന്നാൽ മക്കൾ പറയുന്നത് അച്ഛൻ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു, താൻ സമാധിയായി നേരെ കൈലാസത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ സമാധി പൊളിച്ചാൽ അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ അലയേണ്ടി വരും. തൻ്റെ സമാധി പീഠം അച്ഛൻ തന്നെയാണ് നേരത്തെ തയ്യാറാക്കി വെച്ചത്. പിന്നീട് കോൺക്രീറ്റ് അറയ്ക്കുള്ളിലേക്ക് ഗോപൻ സ്വാമി സ്വയം നടന്നു കയറി പീഠത്തിൽ ഇരുന്നുവെന്നൊക്കെയാണ് മക്കൾ വിശദീകരിക്കുന്നത്. കോൺക്രീറ്റ് പാളി ഉപയോഗിച്ച് സമാധി പീഠത്തിലെ അറ അടച്ചുവെന്നും അറ അടയ്ക്കുന്നതിന് മുൻപ് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അറ നിറച്ചുവെന്നുമൊക്കെ മക്കൾ വിശദീകരിക്കുന്നു. തന്റെ സമാധി ചടങ്ങ് ആരെയും അറിയിക്കരുത് എന്ന് അച്ഛൻ നിഷ്കർഷിച്ചിരുന്നു. മരണവിവരം പുറത്തറിയിക്കാൻ വൈകിയത് അതുകൊണ്ടാണ്. പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ മരുന്നുകൾ കഴിച്ചാണ് അച്ഛൻ സമാധിയാകാൻ പോയതെന്നും മക്കൾ ഉറപ്പിച്ചു പറയുന്നു. കിടപ്പ് രോഗിയായ ഗോപൻ സ്വാമിക്ക് എങ്ങനെ എഴുന്നേറ്റ് നടന്നു ചെന്ന് സമാധി പീഠത്തിൽ ഇരിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ സംശയിക്കുന്നത് മക്കൾ എടുത്തുകൊണ്ടുപോയി അവിടെ വെച്ച് സ്ലാബിട്ട് മൂടിയോ എന്ന്. ഗോപൻ സ്വാമിയുടെ ഭാര്യ ഈ സമാധിയാകുന്നതോ അങ്ങോട്ടേക്ക് പോകുന്നതോ ഒന്നും കണ്ടില്ല. മൂത്ത മകൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാണ് ആ മാതാവിന്റെ പ്രതികരണം. ഗോപൻ സ്വാമിയുടെ മക്കളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ഭഗവാനോട് ചോദിക്കൂ എന്നതാണ് പ്രതികരണം. നാട്ടുകാർ ഇതുതന്നെയാണ് പറയുന്നത്. ആരെയെങ്കിലും തല്ലിക്കൊന്ന് നേരെ സമാധി ഇരുത്തി ഇനി സമാധി പൊളിക്കരുത് എന്ന് നിലപാടെടുത്താൽ ഇവിടെ നിയമ സംവിധാനങ്ങളും ഭരണകൂടവും ഒക്കെയില്ലേ? വല്ലാത്ത കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഈ കേരളത്തിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നത് ഇതുകൊണ്ട് തന്നെ. ആറാലുമൂട്ടിൽ ഇതാ ചേരിതിരിഞ്ഞ സംഘർഷത്തിന്റെ വക്കിലാണ് കാര്യങ്ങൾ. മതവികാരമാണ് ഇതിനെല്ലാം പിന്നിൽ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അധികൃതരും പോലീസും ഭയപ്പെടുന്നു. വല്ലാത്ത ഘട്ടത്തിലൂടെ കാര്യങ്ങളെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.